അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈജാബ്, ഇത്നാബ്, മുസാവാത്ത് എന്ന പാഠങ്ങളാണ്. ഈജാബ് എന്ന് പറഞ്ഞാൽ, ഈജാസ് എന്ന് പറഞ്ഞാലും ഇത്നാബ്, മുസാവാത്ത് എന്നീ മൂന്ന് പാഠങ്ങളാണ്. ഈജാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈജാസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാമെന്നാണ്. ഇത്നാബ് പറഞ്ഞാൽ നീട്ടിപ്പരത്തി പറയാം. മുസാവാത്ത് പറഞ്ഞാൽ സമമായി പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു അതിനേക്കാൾ ലഫ്ദ് ചുരുക്കിയിട്ട് ആ കാര്യത്തെ പറയാം. അതിന് ഈജാസ് എന്ന് പറയും. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ആശയത്തിനേക്കാൾ കൂടുതൽ ലഫ്ദ് കൊണ്ട് പറഞ്ഞാൽ അത് ഇത്നാബായി. നമ്മൾ എത്രയാണോ ആശയം അത്രമാത്രം ലഫ്ദ് ഉപയോഗിച്ച് പറഞ്ഞാൽ അതിന് മുസാവാത്ത് എന്ന് പറയാം. പക്ഷേ അള്ളാഹിൽ ഒന്ന് മുസാവാത്താണ് നമ്മൾ പഠിക്കുന്നത്, ശ്രദ്ധിക്കുക. അൽ-അംസിലത്തു ഖാലല്ലാഹു തആല വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഖാലല്ലാഹു തആല ലാ യഹ്യഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലിഹി വഖാല നാബിഗത്തു ദുബിയാനി ഫഇന്നക കല്ലൈലി الذي هو മുദ്രികി وإن خلت أن المنتهى عنك واسع قال طرفة بن عبد كسبدي لك الأيام ما كنت جاهلا ويأتيك بالأخبار من لم تزودي. അള്ളാഹു തആല പറയാണ്, വമാ തുഖദ്ദിമു, നിങ്ങൾ മുന്നടിയിക്കുന്ന ഒന്നലി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, മിൻ ഖൈരിൻ, അതെന്തിനാൽ? മിൻ ഖൈരിൻ, ഖൈറിനാൽ. അപ്പോൾ ഖൈറായ പ്രവർത്തികൾ, നിങ്ങൾ ചെയ്യുന്ന ഖൈറായ പ്രവർത്തികൾ, നന്മകൾ, തജിദിഹു, അതിനെ നിങ്ങൾക്ക് എത്തിക്കാം, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നർത്ഥം. ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ. 2 വഖാല തആല, അള്ളാഹു തആല പറയുന്നു, വലാ യഹ്യഖു മക്കറു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, വലാ യഹ്യഖു, ചേരുകയില്ല, അൽ മക്കറു സയ്യിഉ, ഏറ്റവും മോശമായ വഞ്ചന, ഇല്ലാ ബിഅഹ്ലിഹി, അതിൻ്റെ ആളുകൾക്കല്ലാതെ. അപ്പോൾ ഒരാൾ തിന്മ ചെയ്താൽ, അതിൻ്റെ ഒരു വഞ്ചന നടത്തിയാൽ, അതിൻ്റെ മോശം, അതിൻ്റെ ആ ശിക്ഷ അത് അവൻക്ക് തന്നെയാണ് വരിക. ഖാലൻ നാബിഗത്തു ദുബിയാനി എന്ന കവി പാടി, ഫഇന്നക കല്ലൈലി الذي هو മുദ്രികി വഇൻ ഖിൽതു അന്നൽ മുൻതഹ അൻക വാസിഉ. ഫഇന്നക, നിശ്ചയം നീ, കല്ലൈലി, അത് രാത്രി പോലെയാണ്, അല്ലതി, എങ്ങനത്തെ രാത്രിയാണ്, അത് മുദ്രികി, എന്നെ എത്തിക്കുന്നതാണ്, ആ രാത്രി എന്നെ എത്തിക്കും. വഇൻ ഖിൽതു, ഞാനെങ്ങാനും ഒഴിവായാൽ, അന്നൽ മുൻതഹ അൻക വാസിഉ, അന്നൽ മുൻതഹ, വിദൂരത എന്ന് പറയുന്നത്, അൻക, നിന്നെ തൊട്ട്, വാസിഉൻ, അത് വളരെ വിദൂരത്താണ്. നുഅ്മാൻ ബിൻ മുൻദിറിന് എന്ത് ചെയ്യാണ്, ഖിതാബിട്ടുകൊണ്ട് പറഞ്ഞതാണ് കവി. ഇവിടെ തൻ്റെ ദേശ സന്ദർഭം രാത്രിയോട് സാദൃശ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ആ എല്ലാ സ്ഥലത്തും അദ്ദേഹം ഉണ്ട് എന്നാ. ഇനി ത്വറഫത്ത് ബിൻ അബ്ദ് പാടി, സതുബ്ദി ലക്കൽ അയ്യാമു മാ കുൻത ജാഹിലാ വയഅതീക മിൽ അഖ്ബാരി മൻ ലം തുസവ്വിദി. സതുബ്ദി, ശേഷം വെളിവാക്കുമൽ, അയ്യാമു, ദിവസങ്ങൾ, മാ കുൻത ജാഹിലൻ, നീ അറിയാത്ത കാര്യങ്ങൾ നിനക്ക് നാളെ എന്ത് പറഞ്ഞു തരും? ദിവസങ്ങൾ നിനക്ക് പറഞ്ഞു തരും. മാ കുൻത ജാഹില, നിനക്കറിയാത്തതായ കാര്യങ്ങൾ. വയഅതീക, നിനക്ക് കൊണ്ടുവരും, ബിൽ അഖ്ബാരി, വാർത്തകൾ, കാര്യങ്ങൾ നിനക്ക് വാർത്തകൾ കൊണ്ടുവന്നു തരും. മന്നൊരുത്തൻ ലം തുസവ്വിദി, നീ അവനെ ഭക്ഷണം കൊടുത്ത് ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരുത്തൻ നിനക്ക് എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നർത്ഥം. നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നാളെ പറയാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയും, അതൊക്കെ നീ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നർത്ഥം. ഇവിടെ നോക്കി, ആവശ്യമുള്ള ആശയത്തിനനുസരിച്ച് ആവശ്യമുള്ള വാക്കുള്ളൂ, അവിടെ ഒന്നും അധികമോ കുറവോ ഒന്നുമില്ല. അൽ ബഹ്സ് യഖ്താറുൽ ബലീഗു ലിത്തഅബീരി അമ്മാ ഫി നഫ്സിഹി ത്വരീഖൻ മിന തുറുഖി സലാസി ഫതാറത്തുൻ യൂജിസു വതാറത്തുൻ യുസ്ഹബു വതാറത്തുൻ യതി ബിൽ ഇബാറത്തി ബൈന ബൈൻ അലാ ഹസ്ബി മാ തഖ്തദി ഹാലുൽ മുഖാതബി വയദഉ ഇലൈഹി മൗത്തുൽ ഖിതാബി.
വയഖ്താറുൽ ബലീഗു സാഹിത്യകാരൻ തിരഞ്ഞെടുക്കും, ലി തഅബീരി വ്യാഖ്യാനിക്കാൻ, പറഞ്ഞാൻ, വിശദീകരിക്കാൻ, അമ്മ ഒന്നിനെ, ഫി നഫ്സിഹി അവൻ്റെ നഫ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ വിശദീകരിക്കാൻ സാഹിത്യകാരൻ തിരഞ്ഞെടുക്കും. ത്വരീഖം മിൻ തുറുഖി സലാസ് മൂന്ന് വഴികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വഴി. മൂന്ന് വഴിയുണ്ട്. താൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ മൂന്ന് രീതികളുണ്ട്, മൂന്ന് വഴികളുണ്ട്. ആ മൂന്ന് വഴികളിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ, തൻ്റെ നഫ്സിലുള്ള ഒരു കാര്യം മറ്റുള്ളവരോട് പറയാൻ ബലീഗ് ആ വഴികളിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കും. ഫഹുവ അത് താരതം ചിലപ്പോൾ ഫഹുവ ഈ ബലീഗ് താരതം ചിലപ്പോൾ യൂജിസു താൻ പറയുന്നത് ഷോർട്ടാക്കി പറയും, തൻ്റെ ഉള്ളിലുള്ള ആശയത്തിനേക്കാൾ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയും. അതാണ് ഷോർട്ടാക്കി പറയുമെന്ന് പറഞ്ഞത്. വതാരതം ചിലപ്പോൾ യുസ്ഹബു നീട്ടിപ്പരത്തി പറയും, താൻ ഉദ്ദേശിക്കുന്ന ആശയത്തിനേക്കാൾ ഒരുപാട് ലഫ്ലുകൾ നീട്ടിപ്പരത്തി പറഞ്ഞു കൊടുക്കും. വതാരത്തൻ ചിലപ്പോൾ എത്തി ആ ബലീഗ് കൊണ്ടുവരും ബിൽ ഇബാരത്തുകളെ സെൻറ്റൻസുകളെ ബൈൻ തുല്യമായി, ആശയത്തിന് തുല്യമായ ലഫ്ലിന് തുല്യമായ ആശയം, ഒന്നിനേക്കാൾ കൂടുതലില്ല, മറ്റൊന്നിനേക്കാൾ കുറവില്ല, അങ്ങനെ തുല്യമായ ഇബാറത്ത് ചിലപ്പോൾ കൊണ്ടുവരും. ഇങ്ങനെ ഈ മൂന്ന് രീതികളിൽ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുക്കും. അല ഹസ്ബിമ തഖ്തളിഹു ഹാലുൽ മുഖാതബി, അല ഹസ്ബിമ ഒന്നനുസരിച്ചിട്ട്, തഖ്തളി ആ ഒന്നിനെ തേടുന്നു, ഹാലുൽ മുഖാതബിൻ്റെ അവസ്ഥ. അപ്പം മുഖാതബിൻ്റെ അവസ്ഥ തേടുന്ന സാഹചര്യമനുസരിച്ചിട്ട് ഈ പറഞ്ഞ മൂന്ന് വഴികളിൽ ഏതെങ്കിലും ഒരു വഴി ആര് തിരഞ്ഞെടുക്കും? ബലീഗ് തിരഞ്ഞെടുക്കും. വയദോ ഇലൈ മൗത്തിനുൽ ഖിത്താബി, യദോ ഇലൈ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ക്ഷണിക്കുന്നു. മൗത്തിനുൽ ഖിത്താബി ഖിത്താബിൻ്റെ സ്ഥാനം, സന്ദർഭം. അപ്പോൾ സാഹചര്യ സന്ദർഭം അനുസരിച്ച് നടത്തും. അപ്പോൾ നുരീദുഹുന ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നശ്റഹ നിനക്ക് വിശദീകരിച്ച് തരാനാണ് ആദി തുറുഖ സലാസ ഈ മൂന്ന് വഴികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ടാക്കി പറയൽ, നീട്ടിപ്പരത്തി പറയൽ, തുല്യമായി പറയൽ എന്ന് പറയുന്ന ഈ മൂന്ന് വഴികളുണ്ടല്ലോ, ഈ മൂന്ന് വഴികളെ വിശദീകരിച്ച് തരാനാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. സനബ്ദോബിൽ മുസാവാത്തി ഇവിടെ നമ്മൾ മുസാവത്ത് കൊണ്ട് തുടങ്ങട്ടെ. മുസാവത്ത് എന്ന സമം, തുല്യം, ഈ ആശയത്തിനനുസരിച്ച് ലഫ്ലിനനുസരിച്ച് ആശയവും അതുകൊണ്ട് തുടങ്ങാൻ കാരണം കാരണം അത് മുസാവാത്താണ് അൽ അസ്ലു. അസ്ൽ അതാണല്ലോ, കൂടുതലാണെങ്കിലും കുറയലാണെങ്കിലും ഇതിമെന്നല്ല ഉണ്ടാകുക. അപ്പോൾ ഇത് അസ്ലായതുകൊണ്ട് അൽ മഖീസ് വലൈ അതിൻ്റെ മേലാണ് മറ്റുള്ളതിനൊക്കെ ഖിയാസാക്കപ്പെടുക. ഈ ഖിയാസാക്കപ്പെടുന്ന അസ്ല് മുസാവാത്ത ആയതുകൊണ്ട് അത് തുടങ്ങുകയാണ്. തഅമ്മലിൽ അംസലത്തൽ മുത്തഖദ്ദിമത തജിദിൽ അൽഫാദ ഫീഹ ബഅദ ബിഖദ്രിൽ മആനി. തഅമ്മൽ നീ ചിന്തിച്ച് നോക്കുക, അൽ അംസലത്തൽ മുത്തഖദ്ദിമത മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തജിദ് നിനക്കെത്തിക്കാം അൽ അൽഫാദ ലഫ്ലുകളെ, ഫിഹ അതിലുള്ള ലഫ്ലുകൾ ബിഖദ്രിൽ മഅന ആശയത്തിനനുസരിച്ച ലഫ്ലുകൾ മാത്രമാണ് അവിടെ ഉള്ളൂ. ആശയം, ആ ലഫ്ലുകളുടെ ആശയം എന്താണോ ആ ആശയത്തിനനുസരിച്ചിട്ട് ലഫ്ല് മാത്രമാണ് അവിടെ ഉള്ളത്. അന്നക്ക നിശ്ചയം നീ ലവ് ഹാവൽത്ത നീ ഒന്ന് പരിശ്രമിച്ചാൽ അൻ തസീദ ഫിഹ ലഫ്ലൻ ആ സെൻറ്റൻസിൽ ഒരു ആ ഉദാഹരണങ്ങളിൽ ഒരു ലഫ്ലിനെ, ഏതെങ്കിലും ഉദാഹരണത്തിൽ ഒരു ലഫ്ലിനെ നീ അധികരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ലജാഅത്ത് സിയാദത്തു ഫദ്ല ലജാഅത്ത് വരും, അസിയാദത്ത് നീ അധികരിപ്പിക്കുന്ന ഈ സായിദായി കൊണ്ടുവരുന്ന ഈ സാധനം ഫദ്ലൻ അത് ഫദ്ലയാവും. ഉംദയും ഫദ്ലി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഉംദ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നിർബന്ധമായും ആവശ്യമുള്ള സാധനം, ഫദ്ല പറഞ്ഞാൽ അത്യാവശ്യമില്ലാത്ത സാധനം. അപ്പം അത്യാവശ്യമില്ലാത്തൊരു ഫദ്ലയായിട്ട് എന്താവും ആ സായിദ മാറുന്നതായിട്ട് നിനക്ക് കാണാം. അല്ലെങ്കിൽ അറത്ത നീ ഉദ്ദേശിച്ചാൽ ഇസ്കാത്ത കലിമത്തൻ ഈ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ ഒരു കലിമത്തിന് ഏതെങ്കിലും കലിമത്തിന് നീ കളയാൻ ഉദ്ദേശിച്ചാൽ ലക്കാന അതായി മാറും. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അതായി മാറും. അതായത് ഈ ഖിലാൻ അതൊരു ഭംഗം വരലാവും, അതൊരു ശോഷണം അതിൽ വന്നതായിട്ട് കാണാം. ഫൽ അൽഫാദ് ഫി കുല്ലി മിസാലിൻ മുസാവിയത്തുലിൽ മആനി അപ്പോൾ ഫൽ അൽഫാദ് അപ്പോൾ ലഫ്ലുകൾ ഫി കുല്ലി മിസാലിൻ ഈ പറഞ്ഞ മുഴുവൻ ഉദാഹരണത്തിലും ലഫ്ലുകളാവുന്നത് മുസാവിയത്തുൻ അത് തുല്യമാണ്, അത് സമമാണ്, ലിൽ മആനി മഅനകൾക്ക് അർത്ഥങ്ങൾക്ക് സമമാണ്. വലിദാലിക അതുകൊണ്ടാണ് യുസമ്മ പറയപ്പെടുന്നത് അദാഉൽ കലാമി അലാ ഹാദ നഹ്വി ഈ രീതിയിൽ കലാം വരുന്നതിന് മഅനക്കൻ തുല്യമായ രീതിയിൽ ആശയം മഅനക്ക് ആശയത്തിന് തുല്യമായ രീതിയിൽ ലഫ്ല് വരിക, ആ ലഫ്ലിന് ആവശ്യമായ രീതിയിൽ ആശയം വരിക, ഈ രീതിയിൽ കൊണ്ടുവരുന്നതിന് മുസാവാത്ത് എന്ന് പറയപ്പെടുന്നു. അൽ ഖായിദത്തു ഖായിദ എന്ന് പറയുന്നത് ഖായിദയിൽ പറയുന്നത് മുസാവാത്തു അൽ മുസാവാത്ത് എന്നാൽ
അൻ തകൂനൽ മആനി ബി ഖദ്രിൽ അൽഫാദി വൽ അൽഫാദു ബി ഖദ്രിൽ മആനി വലാ യസീദു ബഅദുഹാ അലാ ബഅദിൻ. അൽ മുസാവാത്ത് എന്നത് അൻ തകൂന ആവലാണ് അൽ മആനി ആശയങ്ങളാവുക ബി ഖദ്രിൽ അൽഫാദി ലഫ്ലുകൾക്കനുസരിച്ച്, ലഫ്ലിൻ്റെ തോതനുസരിച്ച് ആശയമുണ്ടാവുക. വൽ അൽഫാദു ലഫ്ലുകളാവുക ബി ഖദ്രിൽ മആനി മാനയുടെ തോതനുസരിച്ച്. അപ്പോൾ എത്രയാണോ ആശയമുള്ളത് ആ ആശയത്തിനനുസരിച്ച് ലഫ്ലും, എത്രയാണോ ലഫ്ലുള്ളത് ആ ലഫ്ലിനനുസരിച്ച് ആശയവും ഉണ്ടാവലാണ് മുസാവാത്ത്. വലാ യസീദു ബഅദുഹാ അലാ ബഅദിൻ, ബഅദ് ബഅദിനേക്കാൾ അധികരിക്കുകയില്ല. അതായത് ചില ആശയം ലഫ്ലിനേക്കാളോ അല്ലെങ്കിൽ ലഫ്ല് ആശയത്തിനേക്കാളോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വരികയില്ല, ഒക്കെ തുല്യമായി വരും. അതിനാണ് മുസാവാത്ത് എന്ന് പറയുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളുടെ മുസാവാത്ത് തീർന്നു. അപ്പോൾ നമ്മളവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ പറയാം, അടുത്തത് ഇജാസാന്ന് പറയാം, പിന്നെ ഇത്തിനാബ് പറയും. അതിന് ശേഷം തംബ്രീനൊക്കെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മുസാവാത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ആ പാഠം കൃത്യമായി കേൾക്കുകയും മുസാവാത്ത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. ക്ലാസ് കേട്ടിട്ട് എഴുതി വെച്ച സാധനങ്ങൾ അയച്ചു തരികയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.